ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 183. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന 54-ാമത്തെ ഉപനിഷത്തായിട്ട് കഠോപനിഷത്താണ്. അതിൽ നിന്ന് 12-13 മന്ത്രമാണ് നോക്കുന്നത്. അതിലെ സ്വർഗത്തെ പറ്റിയുള്ള പരാമർശമാണ്. സ്വർഗത്തില് മരണമില്ലാത്ത അവസ്ഥയാണ്. അപ്പൊ സ്വർഗം ഏതാണെന്ന് ആദ്യം അറിയണം. നമ്മളെ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഭൂമി, ഭൂമിക്ക് താഴെയുള്ളത് പാതാളം, ഭൂമിക്ക് മുകളിലുള്ളത് സ്വർഗം. ഭൂമിക്ക് മുകളിലുള്ളത് സ്വർഗം എന്ന് പറയുമ്പോൾ സൂര്യന്റെ പരിധിക്ക് അപ്പുറം നിൽക്കുന്ന സ്ഥലമായിട്ട് സ്വർഗത്തെ കാണും. അവിടെ ശൂന്യമാണ്. അവിടെ വായുവൊന്നുമില്ല. അപ്പൊ അവിടത്തേക്ക് പോകുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. സൂര്യന്റെ പരിധി കടന്ന് പോകുക എന്നെല്ലാം പറയുന്നത് തന്നെ വളരെ പ്രയാസപ്പെട്ട കാര്യമാണ്. അത്ര പെട്ടെന്നൊന്നും സൂര്യന്റെ പരിധി വിട്ടിട്ട് പോകാൻ പറ്റില്ല. പിന്നെ അപൂർവമായിട്ട് ശാസ്ത്രലോകം കുറച്ച് കടന്നു പോയിട്ടുണ്ട്. പക്ഷെ അവിടെ മനുഷ്യനെത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ മരണമില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അതിനെപ്പറ്റിയാണ് ഇവിടെ പറയാൻ പോകുന്നത്. എന്താണ് പറയുന്നതെന്ന് 12-ലും 13-ലും എന്താണ് പറയുന്നതെന്ന് നോക്കിയതിന്റെ ശേഷം നമുക്ക് അതിലേക്ക് വരാം. സ്വർഗേ ലോകേ ന ഭയം കിംചേനാസ്തി ന തത്രത്വം ന ജരയാ ബിഭേതി ഉഭേ തീർത്വാശനായാപി പാസേ ശോകാദിഗോ മോദത്തെ സ്വർഗലോകേ സത്വമഗ്നിം സ്വർഗമധ്യേഷി മൃത്യോ പ്രബ്രൂഹി ത്വം ശ്രദ്ധധാനായ മഹ്യം സ്വർഗലോക അമൃതത്വം ഭജന്ത ഏതദ്ദ്വിതീയേന വൃണേവരേണ. ഈ വരം ചോദിച്ചപ്പോൾ നചികേതസ് പറഞ്ഞു, സ്വർഗലോകം വളരെ സുഖകരവും യാതൊരു ഭയപ്പാടുമില്ലാത്തതാണെന്നും ഞാൻ അറിയുന്നു. അവിടെ ആരും വൃദ്ധാവസ്ഥ പ്രാപിക്കില്ല. മർത്യലോകത്തിൽ അങ്ങയാൽ ആളുകൾ മരിക്കുന്നത് പോലെ ആരും ഇവിടെ മരിക്കുകയില്ല. അതിനാൽ മരണകാല വേദനയുമില്ല. അവർക്ക് വിശപ്പും ദാഹവുമില്ല, ശോകവുമില്ല, നിത്യ സൗഭാഗ്യം മാത്രം. പക്ഷേ അത് അഗ്നിവിദ്യയിലൂടെ മാത്രമേ നേടുവാനാകൂ. അങ്ങേക്ക് അതറിയാമെന്ന് എനിക്കറിയാം. അതിനാൽ ആ അഗ്നിവിദ്യ നൽകിയാലും. ഇതെന്റെ 2ാമത്തെ വരമായി അങ്ങയോട് ചോദിക്കുന്നു. അപ്പൊ 1ാമത്തെ വരം ലഭിച്ച ശേഷം 3 വരമാണല്ലോ. 2ാമത്തെ വരത്തെ പറ്റി പറയുകയാണ്, ചോദിക്കാൻ പോവുകയാണ്. അതിനു മുമ്പിൽ ചോദിക്കുന്നതിനെക്കാട്ടി മുമ്പിൽ ഒരു കാര്യം പറയുകയാണ്. സ്വർഗലോകം വളരെ സുഖകരം, യാതൊരു ഭയപ്പാടും ഇല്ലാത്തതാണെന്ന് ഞാൻ അറിയുന്നു. ഇപ്പം വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് സ്വർഗലോകം എന്ന് പറയുന്നത് വളരെ സുഖകരമാണ്. അവിടെ ജീവിതം വളരെ സുഖകരമാണ്. നമ്മളവിടെ പോയി കഴിഞ്ഞാൽ വളരെ സുഖമാണ്. ആരെയും ഭയം ഉണ്ടാവില്ല. ഒരു ഭയവും ഇല്ലാതെ സുഖമായിട്ട് ജീവിക്കാം. ഏത് സൂര്യന്റെ പരിധി വിട്ടുള്ള അപ്പുറത്തെ സ്ഥലത്ത്, ആ ശൂന്യമായ സ്ഥലത്ത്, അവിടെ വാതകങ്ങളൊന്നുമില്ല. അവിടെ ആരും വൃദ്ധാവസ്ഥയെ പ്രാപിക്കുന്നില്ല. ഇതാണ് മുൻപ് തന്നെ പറഞ്ഞത്. നമ്മുടെ ഗ്രഹങ്ങളാണ് നമ്മുടെ നാഡി, ഇട, പിങ്കള എന്നീ നാഡികളിലൂടെ നമ്മുടെ ആയുസ്സെല്ലാം നീട്ടുന്നത്. നമ്മൾ ആയുസ് എന്ന് പറയുന്നത് ഗ്രഹങ്ങളുടെ ചലനവുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അപ്പം നമ്മളെ വളർച്ച എന്ന് പറയുന്നത് ഗ്രഹത്തിന്റെ ചലനവുമായിട്ട് സിങ്ക്രണൈസ് ചെയ്തിട്ടാണ് ഉള്ളത്.
നമുക്ക് 100 വയസ്സാണ് ആവറേജ്, ഒരാൾക്ക് 100 വയസ്സാണ് ഒരാൾക്ക് വിധിച്ചിട്ടുള്ളതെങ്കിൽ ഒരാളുടെ മനുഷ്യരുടെ ആയുസ് 100 എന്ന് വെച്ചോളൂ. 100, 120, ഇപ്പം 120ആണ്, ജ്യോതിഷ പ്രകാരം 120ആണ്. അതിൻ്റെ അർത്ഥം ഭൂമി സൂര്യനെ 120 പ്രാവശ്യം ചുറ്റുമ്പോഴേക്ക് നമ്മൾ മരിച്ചിരിക്കും. ചിലപ്പോൾ ഗ്രഹങ്ങളെ ചെറിയ വ്യത്യാസം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നേക്കാം, പക്ഷെ എന്നാലും ആവറേജ് 120ആണ്. കാരണം മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം സ്വാധീനം വരുന്നുണ്ടല്ലോ. അപ്പോൾ അതിന് നമ്മളിപ്പം കുട്ടികൾ മുട്ടുകുത്തുന്നതിനൊരു സമയമുണ്ട്. അപ്പൊ ഇതെല്ലാം ആ ഗ്രഹങ്ങളുടെ തന്നെ, ഇപ്പം നമ്മൾ പ്രായപൂർത്തിയാകുക എന്നെല്ലാം പറഞ്ഞു. ഇപ്പം 18 വയസ്സ് പ്രായപൂർത്തിയാകുന്ന പറഞ്ഞാൽ സൂര്യനെ ഭൂമി 18 പ്രാവശ്യം ചുറ്റുമ്പോൾ ചെറിയ വേരിയേഷനിൽ വ്യക്തികളിൽ വരാമെങ്കിലും ഇതെല്ലാം നമ്മളുടെ ഗ്രഹങ്ങളുടെ ചലനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ നാഡികളിലൂടെ ആ വളർച്ചയെ ക്രമീകരിക്കുന്നുണ്ട്. അല്ലാതെ നമ്മൾ കുറെ ഭക്ഷണം കഴിച്ചുകൊണ്ട് നമ്മൾ പ്രായപൂർത്തി വേഗമാകുമൊന്നും ചെയ്യാൻ പോകുന്നില്ല. അത് ഗ്രഹങ്ങളുടെ ചലനം അനുസരിച്ചാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ സൂര്യന്റെ പരിധി കടന്നു പോകുമ്പോൾ നമ്മളെ വയസ്സിനെ കൺട്രോൾ ചെയ്യുന്ന ഫാക്ടർ നിന്നു. സൂര്യന്റെ പരിധിയിലുള്ളിടത്തോളം കാലമേ ആ നമ്മളെ പ്രായം പോകുന്നതിനെ കൺട്രോൾ ചെയ്യുന്നുള്ളൂ. ഗ്രഹങ്ങളെ ചലനം അനുസരിച്ച് വയസ്സ് കൂടി പോവുകയാണ്. എന്നാൽ സൂര്യന്റെ പരിധി വിട്ട് കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ ആയുസ്സിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഫാക്ടർ അവിടെ നിൽക്കുകയാണ്. അതോടുകൂടി എന്ത് പറ്റും? പിന്നെ വൃദ്ധാവസ്ഥ പ്രാപിക്കില്ല. നമ്മളെ സൂര്യന്റെ പരിധി 25 വയസ്സിൽ അങ്ങോട്ട് പോയാൽ പിന്നെ ഉള്ള കാലം മുഴുവൻ 25 വയസ്സായിരിക്കും. അതുകൊണ്ട് അതിലാണ് മാർക്കണ്ഡേയന്റെ മറ്റേ വിശ്വാമിത്രനെല്ലാം കൊണ്ടിട്ട് ഒരുത്തനെ കൊണ്ടുപോയിട്ട് സ്വർഗം സൃഷ്ടിച്ച് അവിടെ ആക്കിയപ്പോൾ പിന്നെ അവന്റെ വയസ്സ് നിന്റെ വയസ്സ് എപ്പോഴും ആയിക്കോട്ടെ എന്നെല്ലാം പറഞ്ഞത് ഈ അടിസ്ഥാനത്തിലാണ്. ഇത് ശാസ്ത്രലോകം ഇന്നും കണ്ടെത്താത്ത കാര്യമാണ്. സൂര്യന്റെ പരിധി വിട്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ അപ്പം പരിധി വിടുമ്പോഴേക്ക് നമ്മളിപ്പം 38 വയസ്സാണെങ്കിൽ 38 വയസ്സായിരിക്കും. അവിടെ വാതകങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട്, ബാക്ടീരിയയിലൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മളെ ശരീരം അതേപോലെ തന്നെ കിടക്കും. ഒരു മാറ്റവും വരില്ല. ഈ ശരീരം എങ്ങനെയാണോ ഉള്ളത് അതേപോലെ അവിടെ ദ്രവിക്കൂലോ ഒന്നുമില്ല. ഫ്രീസറിൽ വെച്ചാലും ഇവിടെയൊന്നും നടക്കില്ല. പക്ഷെ അവിടെ വെച്ച് കഴിഞ്ഞാൽ അത് അതേപോലെ കിടക്കും. അതുകൊണ്ട് ആരും വൃദ്ധാവസ്ഥയെ പ്രാപിക്കില്ല. മർത്യലോകത്തിൽ അങ്ങയാൽ ആളുകൾ മരിക്കുന്ന പോലെ ആരും അവിടെ മരിക്കുകയില്ല. അവിടെ എത്തിയാൽ പിന്നെ മരണമില്ല. 35 വയസ്സ് കഴിഞ്ഞാൽ എപ്പോഴും 35, 40 വയസ്സുള്ള ഒരുത്തനാണെങ്കിൽ എപ്പോഴും 40 വയസ്സ്. ഇതേ ശരീരം പോലെ കിടക്കും. അവിടെ ദ്രവിക്കാനൊന്നും പോകുന്നില്ല. പക്ഷെ അവിടത്തേക്ക് എത്തണം. അത് പിന്നെ പറയാം. അത് തന്നെയാണ് നചികേതസ് ചോദിക്കുന്നത്, എന്ത് വിദ്യയിലൂടെ അവിടെ എത്താമെന്ന്. അതിനാൽ മരണകാല വേദനയുമില്ല. മരണത്തെപ്പറ്റി അങ്ങനെ ഒരു വേദനയും അവിടെ ഇല്ല. അവർക്ക് വിശപ്പുമില്ല, ദാഹവുമില്ല. അവരുടെ ശരീര പ്രവർത്തനം നിലക്കും. ഇതേപോലെ അങ്ങ് നിൽക്കും, പ്രതിമ പോലെ നമ്മൾ സ്തംഭിച്ചങ്ങ് നിൽക്കും. വേറെ ഒന്നും സംഭവിക്കാമോ? ഈ ശരീരം അങ്ങനെ നിൽക്കും. ചത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ചത്തില്ല. മരണമില്ല, നിശ്ചലമായി പോകും. വിശപ്പുമില്ല, ദാഹവുമില്ല. കാരണം ഇന്ദ്രിയങ്ങളൊന്നും പിന്നെ പ്രവർത്തിക്കില്ല. ഈ ഒരവസ്ഥ ഫ്രീസറിൽ വെച്ച അവസ്ഥ. പക്ഷെ അതേസമയം ഒരു പ്രത്യേകതയുണ്ട്, മരണം ഇല്ല. അവിടെ നിന്ന് കുറെ കാലം കഴിഞ്ഞിട്ട് തിരിച്ചിങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ആദ്യം ഹൃദയം വർക്ക് ചെയ്യാൻ തുടങ്ങും. ഭൂമിയിലേക്ക് പിന്നെയും സൂര്യന്റെ പരിധിയിലേക്ക് ഒരു 15 വർഷം 20 വർഷം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാല് നമ്മളെ വയസ്സ് അത്ര തന്നെയായിരിക്കും. ഇതേപോലെ ഉണ്ടായിരിക്കും നമ്മളെ ശരീരം വർക്ക് ചെയ്യാൻ തുടങ്ങും. അതാണ് മരിച്ചിട്ടില്ല എന്ന് പറയുന്നത്. അവിടെ ശരീരം അങ്ങനെ അങ്ങ് കിടന്നു, ഒരു ഫ്രീസറിൽ കിടക്കുന്ന മാതിരി, ഒന്നും സംഭവിക്കാൻ പോകാതെ. വിശപ്പും ദാഹവുമില്ല, ശോകവുമില്ല, നിത്യ സൗഭാഗ്യം മാത്രം. എപ്പോഴും നല്ല സുന്ദരമായിട്ട് അങ്ങനെ നിൽക്കാം. ജീവനൊന്നും പോയിട്ടില്ല, പക്ഷെ നിശ്ചലമാണ്.
പക്ഷേ അത് അഗ്നിവിദ്യയിലൂടെ മാത്രമേ നേടാനാകൂ. അഗ്നിവിദ്യ അത്രയും ഹൈ ടെക്നോളജിയിലുള്ള എഞ്ചിനീയറിംഗിന്റെ തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ റോക്കറ്റിലൂടെ അഗ്നിവിദ്യയിലൂടെ കടന്നിട്ട് ഈ പരിധി കടന്ന് നിങ്ങൾക്ക് അങ്ങോട്ട് പോയാൽ മാത്രമേ ആ മരണത്തെ നിങ്ങൾക്ക് മറികടക്കാൻ പറ്റുകയുള്ളൂ. അല്ലാതെ അത് പറ്റില്ല. അത് അഗ്നിവിദ്യയിലൂടെ മാത്രമേ നേടാനാകൂ. അപ്പൊ അഗ്നി ഉപയോഗിച്ച് അത്രയും ഫലത്തില് റോക്കറ്റിലോ മറ്റോ കയറി സൂര്യന്റെ പരിധി കടന്ന് അപ്പുറത്തേക്ക് പോകണം. അപ്പോഴ് നമുക്കവിടെ നിൽക്കാം എത്ര കാലവും. പിന്നെ പ്രപഞ്ചമുള്ള മരണമില്ല എന്ന് പറയാൻ പറ്റില്ല. പ്രപഞ്ചം എല്ലാം അവസാനം കത്തിയെരിഞ്ഞിട്ട് സൂര്യന് വരണെല്ലാം കത്തിയെരിഞ്ഞിട്ട് ഇല്ലാതാകുമ്പോൾ എന്തു പറ്റും? നമ്മളും ഇല്ലാതെയാവും. എല്ലാത്തിടത്തോളം അങ്ങനെ കിടക്കും. അങ്ങേക്കത് അറിയാമെന്ന് എനിക്കറിയാം. ഈ തത്വം അങ്ങേക്കറിയാമെന്ന് എനിക്കറിയാം. അതിനാൽ ആ അഗ്നിവിദ്യ നൽകിയാലും ആ അഗ്നിവിദ്യ പറഞ്ഞു തരിക. എങ്ങനെ ആ സ്വർഗത്തിലേക്ക് പോയി? അഗ്നി എന്ന് പറഞ്ഞാൽ ഊർജം. എങ്ങനെ അഗ്നി ഊർജം ഉപയോഗിച്ച് ഈ സ്വർഗത്തിലേക്ക് സ്വർഗത്തിലെത്താൻ അതിനുള്ള അഗ്നിവിദ്യ പറഞ്ഞു കൊടുക്കാനാണ് പറയുന്നത്. ഊർജത്താലല്ലേ റോക്കറ്റ് കയറാതെ എങ്ങനെയാ പോകുന്ന മുകളിൽ? തപസ് ചെയ്തിട്ടൊന്നും അങ്ങോട്ട് പോകാൻ പറ്റില്ല. തപസ് ചെയ്തിട്ട് പോകുന്ന കാര്യമൊന്നും അല്ല ഇവിടെ പറയുന്നത്. അഗ്നിവിദ്യ ഉപയോഗിച്ച് ശാസ്ത്രലോകവും ഈ സൂര്യന്റെ പരിധി കടന്നിട്ടുണ്ട്. പക്ഷെ കുറച്ച്, അതൊന്നും അത്ര എളുപ്പത്തിലല്ല. നെറ്റിൽ അടിച്ചു നോക്കിയാൽ കാണാം. അപൂർവമായിട്ട് എപ്പോഴോ ഒന്ന് കയറി പോയിട്ടുണ്ട്. അത്രയും മനുഷ്യൻ ടെക്നോളജി വളർന്നിട്ടില്ല. മനുഷ്യരെല്ലാം അതിന്റെ അപ്പുറത്തേക്ക് കടത്തി കഴിഞ്ഞാൽ ആ സമയം നമ്മൾ ബിംബം മാരിയായിരിക്കും. ഏതോ ഒരു സിനിമയില് മറ്റേ ഇതുണ്ടല്ലോ, ഒരു പോലീസുകാരൻ വെടിവെക്കാൻ പോകുമ്പോൾ ഒരു മന്ത്രവാദീനെ വെടിവെക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു സിനിമ ഉണ്ടായിരുന്നു. അപ്പോൾ വെടിവെക്കാൻ പോകുമ്പോൾ മറ്റേ ആള് മന്ത്രം പ്രയോഗിച്ചപ്പോൾ ഇങ്ങനെ തന്നെ ആയിപ്പോയില്ലേ. മറ്റേ ഹിപ്പോപ്പൊട്ടാമസ് എന്നിട്ട് അയാളെ ആ മന്ത്രവാദീനെ ഹിപ്പോപ്പൊട്ടാമസ് ആക്കുന്നതിലൊരു കഥയുണ്ടല്ലോ, ഒരു സർക്കസ് എല്ലാം വന്നിട്ടുള്ളത്. അത് എന്ത് കുമാറാണ്? സലീം കുമാറാണ് നായക. പോലീസുകാരനായിട്ട് അയാൾ ഇങ്ങനെ വടിമാരിയായി പോകും. അതുമാരിയായി പോകും. നമ്മളവിടെ എത്തുമ്പോഴേക്കും എല്ലാ അവയവങ്ങളും പ്രവർത്തനം നിലച്ച് സുഖമായിട്ട് അവിടെ. പക്ഷെ സുഖം, ശാന്തം, ബ്രഹ്മസാക്ഷാത്കാരത്തിന് സമാനമാണ്. ശാന്തമാണ്, ഒരു പ്രശ്നവുമില്ല, വയസ്സും കൂടുമില്ല, സുഖമായിട്ട് അവിടെ താമസിക്കുക ഏതെങ്കിലും കാലം. അതേപോലെ ബലരാമന്റെ ഭാര്യനെ അച്ഛൻ മകളെ ആർക്ക് കെട്ടിക്കണം എന്നും പറഞ്ഞിട്ട് ബ്രഹ്മലോകത്ത് പോയിട്ട് അവിടെ എത്തിയിട്ട് ബ്രഹ്മാവോട് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പാട്ട് കുറച്ചു നേരം കേട്ടിട്ടേ ഉള്ളൂ. എന്നിട്ട് ബ്രഹ്മാവോട് ചോദിച്ച് ആരെ കൊണ്ട് കെട്ടിക്കണം, ഞാനിതാ താഴത്ത് ഇന്നാളുണ്ട്. നമ്മുടെ ആളല്ലേ ഇപ്പം മരിച്ചിട്ട് എത്രയോ കാലമായി. നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ അവിടുത്തെ വർഷം പോലെ അറിയുന്നില്ല ഭൂമിയിൽ. ഇപ്പം ചെല്ലുമ്പോൾ അവിടെ അതൊന്നുമില്ല. ഇപ്പോൾ ഉള്ളത് പരശുരാമനാണ് അടിയുള്ളത്. ആ പരശുരാമനെ കൊണ്ട് കെട്ടിച്ചോ, അല്ല സോറി, ഇപ്പോൾ ഉള്ളത് ബലരാമനാണ് അടിയുള്ളത്. ബലരാമനോട് കെട്ടിച്ചു. അപ്പൊ അവിടെ എത്തുമ്പോഴേക്ക് ഭൂമിയുടെ ഇതെല്ലാം കഥയിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. ഈ സൂര്യന്റെ പരിധി വിട്ടുപോയാൽ നമ്മളെ വളർച്ചയാണ് നിൽക്കും. പിന്നെ ഒരു 10,000 വർഷം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇവിടെ ഭൂമിയിൽ ഇതൊന്നും ഉണ്ടാവില്ല. എല്ലാവരും അപ്പോഴും മകളെയും കൂട്ടിയിട്ട് ഇവിടെ വന്നപ്പോൾ ഇവരെല്ലാം ഭയങ്കര ഹൈറ്റ്. ഈ പരശുരാമൻ എല്ലാവരും ബലരാമൻ എന്താണ്? ചെറുതാണ്. ഇവർ പോകുമ്പോൾ ആദ്യത്തെ മനുഷ്യരെല്ലാം കുറച്ച് ഹൈറ്റുള്ളതാണ്. അതുകൊണ്ട് പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്ക് ബലരാമനെ കൊണ്ട് കെട്ടിപ്പിക്കാനാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ബ്രഹ്മദേവൻ പറഞ്ഞ ബലരാമനെ കൊണ്ട് കെട്ടിപ്പിച്ചു. ഇപ്പം ബലരാമനാണ് അടിയുള്ള ഭൂമിയിൽ. ഇപ്പം ബലരാമൻ ചെറുതും ഇവർ വലുതും. പിന്നെ ബലരാമൻ കലപ്പ കൊണ്ട് അടിച്ചിട്ട് അവളെ ചെറുതാക്കി എന്നല്ലാണ് കഥ. മുമ്പ് വേറെ ഏതോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അതേപോലെയുള്ള അവസ്ഥയാണ്. അപ്പൊ ഇതെന്താണ് മനസ്സിലാക്കേണ്ടത്? ആ ഒരു പരീക്ഷണം നടത്തിയാൽ തന്നെ ആ വല്ലവരെയായിട്ട് അപ്പുറം കടത്തി വിട്ടിട്ട് തിരിച്ചു വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും
ഈ ഭൂമിയിൽ ഗ്രഹങ്ങൾ നമ്മളുടെ നാഡികളിലൂടെ ആക്ട് ചെയ്തിട്ട് നമ്മുടെ വയസ്സിനെ നിയന്ത്രിക്കുന്നുണ്ട്. നമ്മളെ വളർച്ചയെല്ലാം ഒരു കൊച്ച് 10 മാസം കൊണ്ട് കുട്ടി വളരുന്നതെല്ലാം ഓരോ ദിവസത്തിൽ എങ്ങനെ വളരണമെന്ന് പ്രോഗ്രാം ചെയ്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ ജനിതക ഘടനയിൽ. അത് ഗ്രഹങ്ങൾ നാഡികളിലൂടെ സ്വാധീനിച്ചിട്ടാണ് ഓരോ പടിയായിട്ടാണ് വളരുന്നത്. അല്ലാതെ ഭക്ഷണം കൊണ്ട് കൊടുത്തോണ്ടൊന്നും വളരില്ല. അപ്പൊ അങ്ങനെ, പക്ഷെ അത് സൂര്യന്റെ പരിധി വിട്ട് കഴിഞ്ഞാൽ എല്ലാ ഫങ്ഷനും നിൽക്കും. നമ്മൾ ഇതേപോലെ അങ്ങനെയാണ്. എന്നിട്ട് അപ്പൊ അവിടത്തേക്ക് പോകാനുള്ള അഗ്നിവിദ്യ, അതിലോട്ട് അവിടെ പോകണമെങ്കിൽ എങ്ങനെയാണ് നമുക്കറിയാലോ. ഭൂമിയുടെ സൂര്യന്റെ പരിധിക്ക് അപ്പുറമുള്ള സ്ഥലത്തിനാണ് സ്വർഗം എന്ന് പറയുന്നത്. അവിടെ പോകാൻ എങ്ങനെ പോകാൻ പറ്റും? അഗ്നി ഉപയോഗിച്ചിട്ട് പോകുക. എന്ത് അഗ്നി? റോക്കറ്റ് ഉപയോഗിച്ചിട്ട്. വേറെ പ്ലെയിനിൽ കയറി പോകാൻ പറ്റും? വേറെ എന്തെങ്കിലും വഴിയുണ്ടോ? ആ അഗ്നി വിദ്യ പറഞ്ഞു കൊടുക്കാനാണ് പറയുന്നത്. ആ അഗ്നിയൊന്നും നിങ്ങൾക്കറിയാം, അവിടെ പോകാം. പണ്ടത്തെ ഋഷികളെല്ലാം അവിടെ പോയി, കുറെ പേര് അവിടെ പോയിട്ടുണ്ട് എന്നാണ് വേദം തന്നെ എഴുതി വെച്ചിരിക്കുന്നത്. അവരെല്ലാം അവിടെ എങ്ങനെ സുഖമായിട്ട്, അത് നചികേതസ് തന്നെ പിന്നെ പറയും, അവിടെ സുഖമായിട്ട് താമസിക്കുകയാണ്. നമുക്ക് അവിടെ പോയിട്ട് സുഖമായിട്ട് ഒരു പ്രശ്നവുമില്ലാതെ സുഖം എന്നും ഒരേപോലെ, പ്രായം മുടിയും നരക്കില്ല, ഒരു ചുക്കും ഇല്ല.